നമസ്കാരം. ഏവർക്കും മറ്റൊരധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാളെ 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ചയാണ്. നാളത്തെ ദിവസം വെറും ഞായറാഴ്ചയല്ല, ശുക്ലപക്ഷ ഏകാദശി വരുന്ന ദിവസമാണ് നാളെ. അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ ധനുരാശിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. മൂലം നക്ഷത്രത്തിലായിരിക്കും തുടരുന്നത്. വൈകിട്ട് ഒരു 5:44 കഴിഞ്ഞാലാണ് നക്ഷത്രമാറ്റം സംഭവിക്കുന്നത്. ചന്ദ്രൻ പൂരാട നക്ഷത്രത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് നാളത്തെ ദിവസം നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും ഒക്കെ ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകാനും ചില ആത്മീയമായ മാറ്റങ്ങൾ ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇനി നാളത്തെ ഗ്രഹനില കൃത്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ, നാളെ സൂര്യൻ ചിങ്ങം രാശിയിലായിരിക്കും സഞ്ചാരം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബുധനും ചിങ്ങം രാശിയിൽ തന്നെയുണ്ട്, ഒപ്പം കേതു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സൂര്യൻ, ബുധൻ, കേതു എന്നിങ്ങനെ 3 പ്രബലരായ, അതായത് ഏറ്റവും ശക്തരായ ഗ്രഹങ്ങളുടെ സ്വാധീനമാണുള്ളത്. കൂടാതെ തന്നെ ചൊവ്വ മിഥുനം രാശിയിൽ, വ്യാഴം കർക്കിടകൻ രാശിയിലാണ്, ശുക്രൻ കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലാണ്, ശനി മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലാണ് വക്രഗതിയിലും, കൂടാതെ രാഹു കുംഭം രാശിയിൽ. അപ്പോൾ ഇതിന് എതിർവശത്ത് കേതു ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലാണ്. അപ്പോൾ ചന്ദ്രൻ മാത്രമാണ് നാളത്തെ ദിവസം ധനുരാശിയിൽ മൂലം നക്ഷത്രത്തിലൂടെ സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി നമുക്ക് ഓരോ രാശിയുടെയും ഫലങ്ങൾ നാളെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകം കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഓരോ രാശിയുടെയും പേര് പറയുമ്പോൾ ആ രാശിയിൽ വരുന്ന ജന്മനക്ഷത്രങ്ങളും ഞാൻ ഇതിനോടൊപ്പം കൃത്യമായിട്ട് എല്ലാ അധ്യായങ്ങളിലും പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഓരോ ദിവസത്തെ അവനവന് വരുന്ന ഫലങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ, നാളെ മേടം രാശിക്കാർക്ക് ചന്ദ്രൻ 9ാം സ്ഥാനത്താണ്. കാരണം ചന്ദ്രൻ നിൽക്കുന്നത് ധനുരാശിയിലാണല്ലോ. അപ്പോൾ ജ്യോതിഷപരമായി പറയുമ്പോൾ 9ാം സ്ഥാനത്തെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഭാഗ്യം, അതേപോലെ ധർമ്മം, ഗുരുവിൻ്റെ കൃപ ലഭിക്കുക, പിതൃബന്ധം, ദീർഘ യാത്രകൾ, ഉയർന്ന അറിവ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ 9ാം ഭാവത്തെ കണക്കാക്കുന്നത്. അപ്പോൾ മേടം രാശിക്കാർക്ക് നാളെ ഭാഗ്യം എന്നത് വെറും പണം കിട്ടുന്നു എന്നത് മാത്രമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ചില മുതിർന്ന ആളുകളുടെ സഹായങ്ങൾ, അത് ധനപരമായിട്ട് എന്നല്ല, ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില അഭിപ്രായങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായി മാറുന്ന സമയമാണ്. ഏറെ നാളായിട്ടൊരു മറുപടിക്ക് കാത്തിരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ പ്രണയിക്കുന്ന ആളിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഡീലിങ്സിന് ഒരു റിപ്ലൈ കിട്ടാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ മറുപടി ശുഭകരമായി നാളെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ദൂര സ്ഥലത്ത് നിന്ന് നല്ലൊരു ശുഭവാർത്തയായിരിക്കും നാളെ നിങ്ങളെ തേടിയെത്തുന്നത്. ഇനി പഠനത്തിനോ അതല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടോ പുതിയ വഴികൾ തുറന്നു വരുന്ന ഒരു ദിവസമാണ്. ക്ഷേത്ര ദർശനത്തിന് പോകാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്കോ മനസ്സ് തിരിയുന്ന ഒരു ദിവസമാണ്. അതിനെല്ലാം അനുകൂലമായ ഒരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം നടത്തുന്ന ക്ഷേത്ര ദർശനങ്ങൾ പോലും ഇരട്ടി ഫലമായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴിവിടെ അശ്വതി നക്ഷത്രക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു 2 തവണ ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഭരണി നക്ഷത്രക്കാർ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുതിർന്നവരുടെ കൂടി അഭിപ്രായം മാനിക്കുന്നത് നാളത്തെ ദിവസം കൂടുതൽ ഫലം ചെയ്യും. കാർത്തിക നക്ഷത്രക്കാർക്ക്, അതായത് 1ാം പാദക്കാരായ കാർത്തിക നക്ഷത്രക്കാർ ജോലി സംബന്ധമായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത നാളെ കാണുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു അധിക ഭാരമായിട്ടൊന്നും കാണേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ തെളിയിക്കാൻ കിട്ടുന്ന ഒരവസരമായിട്ട് കണക്കാക്കുക. അപ്പോൾ മേടം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമാണ് നാളെ. അപ്പോൾ രാവിലെ ദൈവനാമം ചൊല്ലി എഴുന്നേൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ എഴുന്നേൽക്കുക. ഓം സൂര്യായ നമഃ എന്ന് കട്ടിലിൽ തന്നെ ഇരുന്ന് വേണമെങ്കിലും 12 തവണ ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്ന് ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദർശിച്ചുകൊണ്ട് 12 തവണ ഓം സൂര്യായ നമഃ എന്ന് തീർച്ചയായും ജപിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി കാർത്തിക, രോഹിണി, മകയിരം ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് ചന്ദ്രൻ 8ാം സ്ഥാനത്താണ്. അതുകൊണ്ട് നാളെ ഏറ്റവും പ്രധാനപ്പെട്ട് അല്ലെങ്കിൽ അല്പം സൂക്ഷ്മതയൊക്കെ കൊടുക്കേണ്ടതായ കാര്യമാണ്. അതായത് സൂക്ഷ്മത എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക തീരുമാനങ്ങൾ കഴിവതും ഒന്ന് ഒഴിവാക്കുക.
അതായത് ചില ആളുകൾ പറഞ്ഞ് നമ്മൾ ചില സ്ഥലങ്ങളിൽ പണമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നാളെ അത് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ലാഭം കിട്ടുമെന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ രേഖകളും കണക്കുകളും പരിശോധിച്ച ശേഷം മാത്രം ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ എടുത്തു ചാടി തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇനി കുടുംബകാര്യങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. വീട്ടിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നതായ ഒരു ദിവസമാണ്. അപ്പോൾ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പുതിയൊരു ആശയമൊക്കെ മനസ്സിൽ വന്നു ചേരുന്ന ദിവസമാണ്. അതിനെ നടപ്പാക്കുന്നതിന് മുൻപ് പദ്ധതി ഒരുക്കി ഒരു പ്ലാനിങ് കൃത്യമായിട്ട് നടത്തേണ്ട ദിവസം കൂടിയുമാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരും. അനാവശ്യമായ അല്പം ഭയങ്ങൾ, ഉത്തരവാദിത്തം കൂടുമ്പോൾ അല്പം പേടിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊക്കെ നാളത്തെ ഒരു ദിവസം നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ചന്ദ്രൻ 8-ലാണെന്ന് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജാഗ്രതയോടെ പ്രവർത്തിക്കുക എന്നതാണ് അതിൻ്റെ പ്രായോഗികമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വശം. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് നാളെ മിഥുനം രാശിയിൽ തന്നെയാണല്ലോ ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ വളരെ ശക്തമായിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും ചെയ്തു തീർക്കണം എന്നൊക്കെയുള്ളൊരു പ്രത്യേക ആവേശം ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ആ ഊർജ്ജത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നാളത്തെ ദിവസം വളരെ ഒരു ഉൽപ്പാദനക്ഷമത ഉള്ളതാക്കി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു ഊർജ്ജത്തെ കോപമാക്കി മാറ്റാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വാക്കുകളിൽ ഒരു മിതത്വമൊക്കെ പാലിക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ ആശയങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആശയം വന്നാൽ പോലും എടുത്തു ചാടി അതിനൊരു കൺക്ലൂഷനിലേക്ക് എത്താതിരിക്കുക. ചില പഴയ ബന്ധങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ശുഭവാർത്തകളൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ശുഭവാർത്തയാണെങ്കിലും ചില കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോൾ വഴക്കിലേക്ക് പോകാതിരിക്കാനോ എടുത്തു ചാടി അതിന് നെഗറ്റീവ് റിപ്ലൈ കൊടുക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പിന്നീടൊരു സമയത്ത് അത് തിരുത്തേണ്ട സാഹചര്യം വരുമ്പോൾ അത് ഒരുപാട് പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചെല്ലും. അതിനാൽ തന്നെ നാളെ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പം ഒരു ക്ഷമ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ നാളെ ചെയ്യേണ്ടത് ഉറച്ച ശബ്ദത്തിലുള്ള സംസാരം ഒന്നും നാളത്തെ ദിവസം കഴിവതും നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ല. കാരണം നാളെ നിങ്ങൾ എടുത്തു ചാടി അത് പറയും. പക്ഷെ പിന്നീട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വിഷയവുമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് ഒരു കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്, അറിവ്, വിദ്യാഭ്യാസം, സാമ്പത്തികം, സുരക്ഷ, ആത്മീയത എന്നിവയെക്കുറിച്ചൊക്കെ ഗൗരവമായി ചിന്തിക്കാനായിട്ട് നാളെ അവസരം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മുതിർന്ന വ്യക്തിയുടെ സഹായമോ ഉപദേശമോ ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. മനസ്സിലേറെ നാളായി സൂക്ഷിച്ചു വരുന്നൊരു കാര്യം തുറന്ന് സംസാരിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞു വരും. അതോടൊപ്പം തന്നെ വീടുമായി ബന്ധപ്പെട്ട ചില പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. വീട്ടിൽ മുതിർന്നവരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് അന്നമൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുമായി സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടാനോ ചില പ്രധാനപ്പെട്ട വിശേഷങ്ങളൊക്കെ നടത്തുവാനോ അവരിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങാനൊക്കെ നാളത്തെ ദിവസം സാധ്യതയുണ്ട്. നാളത്തെ ദിവസം നോക്കുമ്പോൾ കുടുംബവുമായി ഒരു ഗുരു തത്വ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്ന ദിവസമാണ്. നാളെ വളരെയധികം നിങ്ങൾക്ക് അനുകൂലമായ ഒരു ദിനം കൂടിയാകുന്നുണ്ട്. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയാണ്. നാളെ ചിങ്ങം രാശിയിൽ തന്നെ 3 ഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. അതായത് സൂര്യൻ ചിങ്ങം രാശിയിലാണ്, ഒപ്പം തന്നെ ബുധനുണ്ട്, കേതു. അപ്പോൾ ഈ 3 ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ തന്നെ വരുന്നതിനാൽ നാളെ വളരെ സ്വാധീനം അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ആത്മവിശ്വാസം ഉണ്ടാകും. അധികാര ബോധത്തെയും കൂടി ഈ ഒരു മാറ്റം സൂചിപ്പിക്കുന്നുണ്ട്. ബുധൻ ബുദ്ധിയുടെ, സംസാരശേഷിയുടെ, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള ഒരു കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണല്ലോ. അപ്പോൾ കേതുവിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വിട്ടുനിൽക്കൽ എന്നതാണ് കേതു. ആന്തരികമായിട്ടുള്ള ചില തിരിച്ചറിവുകൾ അല്ലെങ്കിൽ ഒരു വിട്ടുനിൽക്കൽ, പഴയതിൽ നിന്ന് മാറി നിൽക്കൽ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് കേതുവിനെ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ നാളത്തെ ദിവസം വളരെ ആത്മവിശ്വാസമുള്ളതായി തോന്നിയാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ചില പുനഃപരിശോധനകളൊക്കെ നടത്തേണ്ടി വരുന്നതായ ഒരു ദിവസമായിരിക്കും. പിതൃക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ, കുടുംബ പാരമ്പര്യം എന്നിവയെ കൂടി ഇവിടെ പ്രാധാന്യമായിട്ട് മകൻ നക്ഷത്രം സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സാമൂഹ്യപരമായ ഇടപെടലുകളൊക്കെ നടത്തുമ്പോൾ നാളത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. ആത്മവിശ്വാസമൊക്കെ വേണം, പക്ഷേ അത് അഹങ്കാരം എന്ന ഭാവത്തിലേക്ക് പോകാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുമായിട്ട് ഒരു തർക്കത്തിന് നമ്മുടെ ഉള്ളിൽ ശക്തിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ട്, അത് ഒരു തർക്കത്തിലൂടെ ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ വിജയിപ്പിച്ച് കാണിക്കാം എന്ന രീതിയിലേക്ക് നാളെ പോകരുത്. നിങ്ങളും നാളെ തീർച്ചയായും ഭഗവാൻ ആദിത്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ദിവസം ആരംഭിക്കുക. ഓം ആദിത്യായ നമഃ എന്ന് ജപിക്കുന്നത് ഒരു ആത്മീയ ശീലമാക്കി നാളെ എന്നല്ല എപ്പോഴും നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യം കൂടിയാണ്.
ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാർക്ക് വ്യക്തിപരമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന പണം, ഇഷ്ടം എന്നിവയിലൊക്കെ ശ്രദ്ധ കൂടുതലായി കൊടുക്കേണ്ട ഒരു ദിവസമാണ്. ജോലിയിലൊക്കെ ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടി ഒരു പരിശോധന, എവിടെയാണ് പാളിച്ചകൾ വന്നു എന്നത് മനസ്സിലാക്കാനായിട്ട് നാളത്തെ ദിവസം സാധിക്കും. ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നാളെ കൂടാനുള്ള സാധ്യതയുണ്ട്. അമിതമായ ചിന്ത മനസ്സിനെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് കന്നിരാശിക്കാർ തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചിന്തിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് ഓവർ തിങ്കിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ശരിയായിട്ടുള്ളതും തെറ്റായിട്ട് സ്വയം ചിന്തിച്ച് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതുമുണ്ട്. അതുകൊണ്ട് നാളത്തെ ദിവസം പ്രത്യേകമായി ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതിരിക്കാനാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർ. ചന്ദ്രൻ ധനുരാശിയിലായതിനാൽ തുലാമിൽ നിന്ന് 3-ാം സ്ഥാനത്താണ് ചന്ദ്രൻ്റെ സഞ്ചാരം വരുന്നപ്പോൾ ധൈര്യം, ശ്രമം, കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം, സഹോദര ബന്ധം എന്നിവയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാണുന്നത്. അതുകൊണ്ട് നാളെ തുലാം രാശിക്കാർക്ക് ചില കാര്യങ്ങൾ നിങ്ങളാൽ മുന്നോട്ട് വന്ന് ചെയ്യപ്പെടേണ്ടതായ ദിവസമാണ്. സുഹൃത്തുക്കളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്താൻ അമിതമായ ശ്രദ്ധ കൂടുതലായി കൊടുക്കേണ്ടതായി നാളെ വരാനും സാധ്യത കാണുന്നുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ചില തീരുമാനങ്ങൾ മാറ്റുന്ന ഒരു സ്വഭാവം അത് കഴിവതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ കൂടി ഒന്ന് നോക്കുക. നിങ്ങളുടെ സമാധാനം, അതായത് അത് നിങ്ങളുടെ കയ്യിലാണ് എന്ന ബോധത്തോടു കൂടി നാളത്തെ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശി. ചന്ദ്രൻ ധനുരാശിയിലായതിനാൽ വൃശ്ചികത്തിൽ നിന്ന് 2-ാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ 2-ാം സ്ഥാനം അറിയാമല്ലോ, ധനം, കുടുംബം, വാക്ക് എന്നിവയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് നാളെ സാമ്പത്തിക കാര്യങ്ങൾ ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നതാണ്. കിട്ടാനുള്ള പണവുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കും. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ വാക്കുകൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ദിവസമാണ്. സംസാര ശൈലി മറ്റൊരാൾക്ക് ഗൗരവമായി തോന്നാനുള്ള ഒരു ഇടം കൊടുക്കാതിരിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഭാവിയിൽ കാണുന്നുണ്ട്. നാളെ ഇല്ലെങ്കിലും പണവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കൃത്യമാണെന്ന് നോക്കുക. കണക്കുകളൊക്കെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ധനപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. കുടുംബത്തിൽ നിന്ന് പിന്തുണയൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തികമായൊരു ലക്ഷ്യമൊക്കെ, അല്ലെങ്കിൽ മനസ്സിലെ ലക്ഷ്യങ്ങൾക്കൊരു വ്യക്തത കൈവരിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ നിങ്ങൾക്ക്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് നാളെ ചന്ദ്രൻ ധനുരാശിയിലാണല്ലോ. അതായത് ധനുരാശിയിലൂടെ തന്നെയാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. ചന്ദ്രൻ നിൽക്കുന്നത് മൂലം നക്ഷത്രത്തിലാണ്. അപ്പോൾ മൂലം എന്നത് വെയിലിലേക്ക് പോകുന്ന സ്വഭാവമുള്ളൊരു നക്ഷത്രമായിട്ടാണ് നമ്മുടെ ജ്യോതിഷത്തിൽ, പരമ്പരാഗത ജ്യോതിഷത്തിലും കണക്കാക്കുന്നത്. അതുകൊണ്ട് നാളെ ധനുരാശിക്കാർക്ക് പഴയ കഴിഞ്ഞുപോയൊരു കാര്യത്തിൻ്റെ യഥാർത്ഥ കാരണം, അന്ന് ആ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു തെറ്റ്, അല്ലെങ്കിൽ എന്തായിരുന്നു അന്ന് ആ സംഭവം ഉണ്ടാകാനുള്ള കാരണമെന്ന് നാളത്തെ ദിവസം മനസ്സിലാക്കിയെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അത് തുടരണമോ മാറണമോ എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. ആ ചിന്തയ്ക്കൊക്കെ ഒരു നാളെ പൂർണ്ണത വന്നു ചേരും. സാമ്പത്തികമായി എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം മൂലനക്ഷത്രക്കാർക്ക് ആത്മീയ ചിന്തകൾ വരുന്നത് അവരെ ശാന്തമാക്കാൻ കൂടിയുള്ളതാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തിന് ശേഷം കൂടുതലൊരു ഉത്സാഹം നിങ്ങൾക്ക് തോന്നുന്ന ദിവസമാണ്. ലക്ഷ്യബോധമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. പഴയതിൻ്റെ വേരറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നതാണ്. അപ്പോൾ പഴയ പല കാര്യങ്ങളിലും മനസ്സ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിനെ ഒന്ന് ഫ്രീഡമാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആക്കി എടുക്കാനൊക്കെ സാധിക്കുന്ന, അല്ലെങ്കിൽ പുതിയ പല കാര്യങ്ങളും തീരുമാനം എടുക്കാനായിട്ട് മാനസികമായി ഒന്ന് സജ്ജമാകാൻ സാധിക്കുന്ന ദിവസം കൂടിയായിരിക്കും നാളെ. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക് ചന്ദ്രൻ ധനുവിലായതിനാൽ മകരത്തിൽ നിന്ന് 12-ാം സ്ഥാനത്താണ്. അപ്പോൾ ചിലവ്, അല്ലെങ്കിൽ യാത്രയുടെ ആധിക്യം ഉണ്ടാകുക, വിശ്രമം, മാനസിക ക്ഷീണം തുടങ്ങിയ കാര്യങ്ങളായിട്ടാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നാളെ കുടുംബകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ചിട്ട വെക്കാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായി പണം ചിലവാക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ശരീരത്തിന് നമ്മൾ ക്ഷീണം വരുമ്പോൾ കിടക്കാറുണ്ട്. മനസ്സിന് കൂടി നമ്മൾ നാളത്തെ ദിവസം ഒന്ന് റെസ്റ്റ് കൊടുക്കുക. മനസ്സിന് ഒരുപാട് ചിന്തകളിലേക്ക് കൊണ്ടിട്ട് വലയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും ജോലി ചെയ്യുന്നത് മാത്രമല്ല ജീവിതം. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു റിലാക്സേഷൻ കൊടുക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ജോലിയിൽ വികൃതപ്പെട്ട് മനസ്സിനെ ഓവർ തിങ്കിങ്ങിലേക്കാക്കി നിങ്ങൾ വളരെയധികം മനസ്സിനെ
ബുദ്ധിമുട്ടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജോലിയും ചെയ്യുന്നുണ്ട്, മാനസികമായിട്ടും ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കാതെ ഓടുന്നു എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. നാളത്തെ ദിവസം മനസ്സിനും ശരീരത്തിനും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഉത്തമമായിരിക്കും. അവിട്ടം, ചതയം, പോരുരുട്ടാതി കുംഭം രാശിക്കാർക്ക് നാളത്തെ ദിവസം അവസരങ്ങളൊക്കെ വരുന്ന സമയമാണ്. എന്നാൽ എല്ലാ അവസരങ്ങളും യഥാർത്ഥമാണെന്ന് കരുതി എടുത്തുചാടി പിന്നെ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏത് കാര്യവും പ്രത്യേകിച്ച് പറയുമ്പോൾ ഓൺലൈൻ നിക്ഷേപങ്ങൾ, വലിയ ലാഭം തരുമെന്ന് പറയുന്ന ചില പദ്ധതികളൊക്കെ പരിചയമില്ലാത്ത ആളുകളുമായിട്ട് സാമ്പത്തിക കാര്യങ്ങളൊന്നും നാളത്തെ ദിവസം പാടില്ല. പ്രത്യേകിച്ച് ജാഗ്രത വേണമെന്നതാണ്. ഇനി നാളത്തെ ദിവസം ആത്മീയ ചിന്തകളൊക്കെ ശക്തമാകുന്ന ദിവസമാണ്. സുഹൃത്തുക്കളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. എങ്കിലും നാളെ കഴിവതും ഡെപ്പോസിറ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ചേരൂ ആ പദ്ധതിയിൽ ചേരൂ എന്ന് പറയുന്ന ഒരു തരം വാഗ്ദാനങ്ങളിലും പോയി ചാടാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശിക്കാർക്ക് നാളെ ശനി മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലാണ്. അപ്പോൾ ശനി വക്രഗതിയിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ വീണ്ടും കഴിഞ്ഞു എന്ന് വിചാരിച്ചാലും മുന്നിലെത്താനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. പഴയ ജോലിയാകാം, അല്ലെങ്കിൽ പഴയ സാമ്പത്തിക വിഷയങ്ങളാകാം, ഉത്തരവാദിത്വങ്ങളാകാം, അതല്ലെങ്കിൽ നേരത്തെ മാറ്റിവെച്ച ചില തീരുമാനങ്ങളൊക്കെ പരിഗണനയിൽ എടുക്കാനായിട്ടൊക്കെ നാളത്തെ ദിവസം സാധിക്കുന്നതാണ്. ഭയപ്പെടേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല. ശനിയുടെ സ്വഭാവം തന്നെ കഴിഞ്ഞു പോയ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവന്ന് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മളാൽ നിറവേറ്റപ്പെടേണ്ടതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. അപ്പോൾ അതിനൊരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കലിനുള്ള ദിവസമായിട്ട് നാളെ കണക്കാക്കിയാൽ മതി. യാത്രകളിലാണെങ്കിലും ആശയവിനിമയങ്ങളിലാണെങ്കിലും ശ്രദ്ധിക്കുക. കുടുംബ ബാധ്യതകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നാളത്തെ ദിവസം പ്രധാനമായിട്ട് തിരഞ്ഞെടുക്കുക. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിലോ ഒക്കെ ഒരു വ്യക്തത വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നാളെ ഏകാദശിയാണ്. ലളിതമായ ആത്മീയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിലേക്ക് ഇനി വരുമ്പോൾ, നാളെ കുളിച്ച് വീട്ടിൽ വിളക്ക് തെളിയിക്കുക, മനസ്സ് ശാന്തമാക്കി ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അതായത് ഓം നമോ നാരായണ എന്ന മന്ത്രമുണ്ടല്ലോ, അത് നാളത്തെ ദിവസം 108 ഉരു ജപിക്കുക. കഴിയുന്നവർക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. തുളസിയെ നമസ്കരിക്കുക. കൂടാതെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ഉത്തമമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ സ്വന്തം ആരോഗ്യസ്ഥിതി കൂടി പരിഗണിക്കേണ്ടതാണ്. വ്രതമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ആരോഗ്യത്തിന് ഒരുപാട് ഹാനി കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുന്നത് ഉത്തമമാണ്. ആരോഗ്യത്തെ കൂടി ഒന്ന് പരിഗണിക്കുക. ഭക്തി ശരീരത്തെ ബുദ്ധിമുട്ടിക്കാൻ ഉള്ളതല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഭക്തി ഉള്ളത്, അല്ലാതെ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ നാളെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. കോപത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അറിയാത്ത ആളുകളെ വിശ്വസിച്ച് പണം കൈമാറ്റം ഒരു വിധത്തിലും ചെയ്യാൻ പാടുള്ളതല്ല. അതേപോലെ കുടുംബത്തിൽ ചില പഴയ പ്രശ്നങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കാതിരിക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വലിയ ലാഭം കിട്ടുമെന്ന പേരിൽ ഇപ്പോൾ ഓണക്കാലമൊക്കെയാണ്, സാമ്പത്തികമായി ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണും. അതിലൊന്നും റിസ്ക് എടുത്ത് ചാടാതിരിക്കുക. മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ ഒരു കാരണവശാലും താരതമ്യം ചെയ്ത് മനസ്സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കുക. പൊതുവേ അതാണ് പറയാനുള്ളത്. മറ്റുള്ളവർക്ക് അതുണ്ട് ഇതുണ്ട്, എനിക്കതില്ല ഇതില്ല എന്ന ചിന്തകൾ വരുമ്പോഴാണ് ഒരുപാട് മനസ്സ് സ്ട്രെസ്സാകുന്നത്. അപ്പോൾ അതിങ്ങനെയുള്ള എല്ലാ ചിന്തകളെയും മനസ്സിൽ നിന്ന് ദൂരെ കളഞ്ഞേക്കുക. അപ്പോൾ നാളത്തെ ആകാശം നമ്മളോട് പറയുന്ന സന്ദേശം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രൻ ധനുരാശിയിൽ മൂലം നക്ഷത്രത്തിലാണ്. അതിനാൽ തന്നെ നമ്മുടെ വേരിലേക്ക് നോക്കുക, അതായത് നമ്മൾ എന്താണോ എങ്ങനെയാണോ എന്നത് വീണ്ടും മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. നാളെ സൂര്യൻ ചിങ്ങൻ രാശിയിൽ മകർ നക്ഷത്രത്തിലാണ്. ആത്മവിശ്വാസം കൂടുതലായി നമ്മൾ ആർജിച്ചെടുക്കണം എന്ന ഒരു തത്വം കൂടി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അവിടെ അഹങ്കാരം പാടില്ല എന്നതുകൂടിയാണ് ബുധൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ സംസാരിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കണം എന്നൊരു പാഠം കൂടി നാളത്തെ ദിവസം ബുധൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി കേതു ചിങ്ങത്തിലാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത അഭിമാനം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ നിന്ന് വിട്ടു നിൽക്കണം എന്നത് കൂടിയുണ്ട്. വാക്കിൻ്റെ ശക്തി നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. വായിൽ നിന്നൊരു വാക്ക് വീണു പോയി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല. അതിനാൽ തന്നെ കുടുംബം, അറിവ്, ആത്മീയതയ്ക്കൊക്കെ നാളെ ഞായറാഴ്ചയാണ്, അത് മറക്കേണ്ട. അപ്പോൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായ ദിവസമാണ്. ബന്ധങ്ങളിലായാലും പണത്തിലായാലും എല്ലാം വിവേകപൂർണ്ണമായി പ്രവർത്തിക്കണം എന്നതുകൂടി മനസ്സിലാക്കുക. കൂടാതെ മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാൻ കൂടി നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക.
നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പോലെ നാളത്തെ ദിവസം ഭാഗ്യം വരുമോ എന്നതിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ മുന്നിൽ വരുന്ന അവസരം തിരിച്ചറിയാനുള്ള ബുദ്ധി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ബുദ്ധി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിന് കൂടി പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് നാളെ രാവിലെ ഭയത്തോടെയല്ല, നല്ല പ്രതീക്ഷയോടെ നാളത്തെ ദിവസത്തെ ആരംഭിക്കുക. ദൈവത്തെ പ്രാർത്ഥിക്കുക. മുതിർന്നവരുടെ അനുഗ്രഹം പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് വാങ്ങിക്കുക. അനാവശ്യ വാക്കുകൾ ഒഴിവാക്കുക. അനാവശ്യ ചിലവ് ഒഴിവാക്കുക. മനസ്സിലൊരു നല്ല തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവർക്കും ജീവിതത്തിൽ വളരെയധികം നേട്ടമുണ്ടാകട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അധ്യായമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.